പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പറഞ്ഞ പോലെ ഞായറാഴ്ച തന്നെ വരികയാണ് കേട്ടാ. ബിന്ദു കൊടുമോന ഓരോന്നും ചെയ്തിട്ട് ചേട്ടാ എന്ത് സന്തോഷമായിട്ടാണ് സരിതയ്ക്ക് കാട്ടി കൊടുക്കുന്നത്. എന്നെ കണ്ണുപൊത്തി കൊണ്ടുപോയി കാണിച്ചത്. അതിപ്പോ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ടേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ചേട്ടൻ. അത് ചേട്ടൻ്റെ ഭയങ്കര ഒരു വലിയ പോസിറ്റീവാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ എന്തിട്ടാ അങ്ങനെ തോന്നും നമുക്ക്, പക്ഷെ അതിൽ ചേട്ടൻ ഭയങ്കര സന്തോഷം കണ്ടെത്തും. ആ കുഞ്ഞ് ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അടുത്തത് സൈഫു നിസ. ഹലോ സരിത ചേച്ചി, അജു ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്. എൻ്റെ സ്ഥലം കൊല്ലം ചന്ദനത്തോപ്പ് ചാത്തനംകുളം ആണ്. നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചന്ദനത്തോപ്പ് അങ്ങനെ എന്തൊരു പാട്ടിൽ എന്തിലുണ്ടല്ലേ ചന്ദനത്തോപ്പ്? കേട്ടിട്ടുണ്ടോ നീ? ഇല്ല, കേട്ടിട്ടില്ല. നാളത്തെ വായിക്കൂ. എന്തായാലും വളരെ സന്തോഷം. അടുത്ത ശരത് സി ബി ബാബു. ഒരുപാട് വീഡിയോയ്ക്ക് ശേഷം ചേച്ചി ഇന്നൊരു തേങ്ങയുടെ മൂട് പറഞ്ഞു. പിന്നെ പറമ്പിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവട്ടെ ഇനിയും. പക്ഷേ ഞാൻ നമ്മുടെ ലോലയുടെ വളർച്ചയ്ക്കായി കാത്തിരിക്കുന്നു. അവൾ വലുതായി അവളുടെ പയറുകൊണ്ട് കറിയുണ്ടാക്കി ചേട്ടൻ കുത്തിരിച്ചോറും കൂട്ടി കഴിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ചേട്ടൻ കഴിക്കുന്നത് കണ്ടാൽ ശരിക്കും കൊതി വരും. ഞാൻ ഇങ്ങനെ കുഴച്ച് കഴിക്കാറില്ല. ആകെ വിരലിൻ്റെ തുമ്പ് മാത്രം ഉപയോഗിച്ച് കഴിക്കാറുള്ളൂ. ഉള്ളംകൈയിൽ ചോറാവാറേയില്ല. ചേട്ടൻ കഴിക്കുന്നത് കണ്ട് കൊതി മൂത്ത് ഞാനും അങ്ങനെ ചോറും കറിയും കൂട്ടി കുഴച്ച് കഴിച്ചു. അങ്ങനെ കഴിക്കുമ്പോൾ അസാധ്യ രുചി, മനസ്സിനൊരു സുഖവുമാണ്. കറി കുറുകിയോ എന്ന് ചേച്ചി ചോദിച്ചപ്പോൾ ചേട്ടൻ മനസ്സിൽ പറഞ്ഞ ഉത്തരം ചേച്ചി അപ്പം തന്നെ പറഞ്ഞു. ബാക്കിയുള്ളത് വൈകുന്നേരത്തേക്ക് കുറുക്കാലേ. വിശന്ന ചേട്ടനെ പിന്നെ ഒരുപാട് ഇഷ്ടം, ഒരുപാട് സ്നേഹം, ശരത്. നന്ദി. എന്തായാലും നമ്മുടെ ലോലയുടെ വളർച്ചയ്ക്ക് കാത്തിരിക്കുന്ന അറിഞ്ഞൊരു ഭയങ്കര സന്തോഷം. കുറേ പേർക്ക് ലോലയോട് ഒരു പ്രത്യേക സ്നേഹം വന്നു. ചേട്ടൻ ആ ലോലേനെ ഇങ്ങോട്ട് കാണിച്ചപ്പോൾ. മണി രാജേശ്വരി. അജു, പുതിയ കൃഷിസ്ഥലം കിട്ടിയപ്പോൾ കുടിലും മുറ്റം മറക്കരുതേ. ഒരിക്കലുമില്ല. ഇടയിലിടയിൽ അവിടത്തെ വീഡിയോയും വരും. അതല്ല, അവിടെ ഇപ്പൊ കുറച്ച് പണികളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലാണ്ട് ശരിയാവില്ല. എന്നാലും അത് കഴിഞ്ഞു. അവിടെ ഒന്നും ചെയ്യാല്ലേ. പിന്നെ അവിടെ എല്ലാം നടല് കഴിഞ്ഞ പിന്നെ അവിടെ എന്താ ചെയ്യാനുള്ളത്? പിന്നെ നട്ട സാധനങ്ങൾ തന്നെ പറിച്ചു കളഞ്ഞിട്ട് പിന്നെയും കളച്ച് പിന്നെ ഇതാക്കാൻ. ഇവിടെ ഇപ്പൊ പൂന്തോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ വീഡിയോ കാണാം. അടുത്തത് രാസി ലുലു. സരിത പറഞ്ഞ കറക്റ്റാണ്. 8 വർഷം മുമ്പ് ഞാൻ ലുലു മാളിൽ നിന്നും വാങ്ങിയതാണ്. ഒരു വികാരമില്ലാത്ത സാധനം എന്ന് പറഞ്ഞു. ഞാൻ അയൽപ്പക്കത്തെ വീട്ടുകാർക്ക് കൊടുത്തു. അതുകൊണ്ട് വീട്ടിൽ തൈ കുഴിച്ചിട്ടില്ല. കറക്റ്റ്. അതിന് നമുക്ക് സംഭവിച്ചത് എന്തെങ്കിലും ഉപ്പ മധുര ഡ്രാഗൺ ഫ്രൂട്ട് പറയുന്നത്. അതെ, ശരിയാ. ഞങ്ങള് അത് എന്തിട്ടാ പറയണെന്ന് അറിയോ? പൊട്ടിച്ചപ്പന്നെ കഴിക്കണം. പഴകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ദിവസം ചിലതോറും അതിന്റെ ടേസ്റ്റ് കുറയുന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയില്ലല്ലോ വാങ്ങിയിട്ട് എത്ര ദിവസത്തെ സാധനമാണ് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കണേന്ന്. ഇത് പൊട്ടിച്ചപ്പന്നെയല്ല കഴിക്കണേ. ഭയങ്കര മധുരം ഒന്നല്ലാട്ടാ, എന്നാലും ഒരു രസമുണ്ട്. മടുക്കില്ല. എത്ര എണ്ണം വേണമെങ്കിൽ ഇരുന്ന് തിന്നാൻ പറ്റും. അങ്ങനെ. അടുത്ത് ഫാത്തിമ സുലൈമാൻ. ഈ ചേട്ടൻ പണിയെടുക്കുന്ന പേരിൽ ചേച്ചിയെ കൊണ്ട് വല്ലതും ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാനാണ് അല്ലേ ചേച്ചി? അത് നമുക്ക് പണി നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കൈക്കോട്ട് കളിക്കാൻ നിൽക്കുക അപ്പോൾ മാത്രമാണ്. അപ്പോൾ സരിത ഇടയ്ക്ക് നമ്മൾ ആലോചിക്കും, ഒരു കാപ്പി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ സമയത്ത്. അപ്പോൾ ആ മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കും ആ സമയത്ത് തന്നെ ഇവിടെ കാപ്പി കൊണ്ടുവരും. അത് കൊണ്ടുവരാറുണ്ട്. നിനക്ക് എങ്ങനെയാ മനസ്സിലായേ? പിന്നെ അത് ചിലപ്പോൾ ഇത്രയും കൊല്ലത്തെ 10-21 കൊല്ലായില്ലേ, അതിൻ്റെ ഒരു അതായിരിക്കും. പക്ഷേ ഈ അവിടെയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചാൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സരിതയോട് പറയുന്നത് അവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തലയിടാലോ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണിയാണ്ട് നിൽക്കാമല്ലോ. അടുത്തത് ജിൻസി ജിങ്കിൾ. കണി കാണിച്ചത് വളരെ നന്നായി. സരിതയുടെ ആൻസർ അതിഗംഭീരമായി. നിങ്ങളുടെ ഒരു തമാശ വയ്യ. ചിരിച്ച് മണ്ണ് തപ്പി കണി കാണിച്ചത്. അപ്പൊ തോന്നിയ ഐഡിയല്ല. ഞാനിത് എന്തുട്ടി ചെയ്യണാവോ ചോടി വരുന്നു കണ്ടപ്പോ. ഞാൻ ചക്ക അല്ല മറ്റേ കൈതര തയ്യലത് മൂത്ത തന്നെയാണ്. അത് നട്ടത് അത് ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അത് സരിതേനെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഈ പറമ്പിൽ ഒന്നുമില്ല സ്ഥലത്ത് പെട്ടെന്ന് അങ്ങോട്ട് കൈത് കാണിക്കുമ്പോൾ ഒരു അത്ഭുതം പറ്റേന്ന് വെച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇവിടെ പറയാ കണ്ണുപോത്തി നേരാണല്ലേ എൻ്റെ വീടിന്റെ നേരെ നോക്കുന്ന പറഞ്ഞ ചേട്ടാ. ആ വീഡിയോ കണ്ടു നോക്ക്. നേരെ നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ നോക്കി. അവിടെ ഒന്നും അല്ല എൻ്റെ വീട് എന്ന് പറഞ്ഞു. നേരല്ല 2 വീട്. അപ്പുറം താഴ്ത്തിക്ക് നോക്കാം. എൻ്റെ തമാശ അവിടെ പൊടിഞ്ഞു പോയി.
അടുത്ത് മിസ്റ്റർ സെബി ആന്റണി. ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ച് അപ്പം തന്നെ കഴിക്കണം. ദിവസങ്ങൾ കഴിയുന്തോറും ടേസ്റ്റ് ഇല്ലാതെയോ. കൊല്ലങ്ങൾക്ക് മുമ്പ് കടയിൽ നിന്ന് വാങ്ങി പണി കിട്ടിയതാണ്. അത് തന്നെയാണ് കുഴപ്പമൊന്നുണ്ട്. നമ്മൾ വഴിവെക്കലൊക്കെ മറ്റേ കൊട്ടയിൽ ഇങ്ങനെ മറ്റേ പിരമിഡിന്റെ പോലെ അങ്ങോട്ട് വെച്ച് ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷെ കുറെ ദിവസങ്ങൾ പഴക്കമുള്ളതായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഗ്ലാമറാണ്. അടുത്ത് ഡാലിയ ദിവാകരൻ. ഇനിയും ചുണ്ടങ്ങ ചെടിയെ മാറ്റാൻ പോകല്ലേ, അപ്പോൾ ചെടി പറയും ഞാൻ വരണില്ല എന്ന് പറഞ്ഞതല്ലേ കഴിഞ്ഞ പ്രാവശ്യം. പുല്ല് എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ സമ്മതിക്കോ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. അതിന്റെ കഥ കഴിഞ്ഞിട്ടില്ലേ, അതിലേക്ക് ഇനി വരണല്ലോ. 2 ദിവസമായിട്ടൊന്ന് പണി നിർത്തി വെച്ചേക്കാ ചേട്ടൻ, അത് പറഞ്ഞുതരാം എന്തുട്ടുണ്ടായി എന്നുള്ളത്. അടുത്തത് സനോജ് ടി അർജുനൻ. കഥ പൊല്ലമാന്തിയും കൈക്കോട്ടുമായി എത്തുന്ന നാടൻ പണിക്കാർ. പൊല്ലമാന്തിയാ? പൊല്ലമാന്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൈക്കോട്ടിനെയാണെന്ന് പറയുന്നത്. നീളത്തിലുണ്ടാവും ഒരു സാധനം, മറ്റേ കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളക്കുന്ന സാധനം തന്നെ, അതിനാണ് പൊല്ലമാന്തി എന്നുണ്ട്. കൈക്കോട്ടുമായി എത്തുന്ന നാടൻ പണിക്കാർ. പണ്ട് ഇടവ മിഥുന മാസങ്ങളിലെ കോരിച്ചൊരിയുന്ന മഴയ്ക്ക് അല്പം മറുതി വരുമ്പോൾ കടപ്പുറത്ത് ചാകര വീഴും. പിന്നെ മീനോട് തല്ലാണ്. ലോഡ് കണക്കിന് പലതരം മീനുകൾ. ചൂരക്കണ്ണിയൊക്കെ കിട്ടി കണ്ട കാലം മറന്നു അല്ലേ. അയില പോലത്തെ മീൻ. മണങ്ങ്, തോടിച്ചാള, കതിരാൻ ചാള, മുള്ളൻ, കുഞ്ഞയില. തെങ്ങുംപറമ്പുകളിലേക്ക് മെറ്റഡോർ ടെമ്പോകളിൽ വളമായി എത്തും. അതിൽ നിന്നും നല്ല മീനുകൾ പെറുക്കിയെടുക്കാനും അത് കറി വയ്ക്കാൻ അന്ന് എത്രയോ പേരായിരുന്നു. വന്ന മീനുകൾ തെങ്ങിൻ തടങ്ങളിൽ വളമായി മൂടും. ശരി, ദൈവമേ. അത് കൂടുതലായിട്ട് പിന്നെ അത് അത്ര ആളുകൾ വിൽപ്പനയ്ക്ക് പോവില്ല. മറ്റേ മറ്റേ മുള്ളം പോലത്തെ ചാളയില്ലേ, മുള്ളു കൂടുതലുള്ള ചാള അങ്ങനെ പറയുന്നത്, കതിരാൻ ചാള. അത് ആർക്കും അതൊക്കെ തെങ്ങിന്റെ കടയ്ക്ക് വളാക്കി മൂടൂല്ലേ. കർക്കടകവും ചിങ്ങവും കന്നിയും കഴിഞ്ഞ് വരുമ്പോഴേക്കും വളമെല്ലാം ഊറ്റിയെടുക്കും. പിന്നെ വരുന്ന തുലാമാസത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രദേശം പൂഴിയായതിനാൽ കൈക്കോട്ട് കൊണ്ട് പണിക്കാർ കാലടി താഴ്ചയിൽ പറമ്പ് മൊത്തത്തിൽ കിളച്ചു മറയ്ക്കും. ചേട്ടൻ കാണിച്ചു തന്ന പണിയായുധം അതിനെ ഞങ്ങളുടെ ഭാഗങ്ങളിൽ പൊല്ലമാന്തി എന്നാണ് പറയുക. അങ്ങനെ ആ മുള്ളായിട്ട് ഇങ്ങനെ കിളച്ച ഭാഗങ്ങളെല്ലാം ഇത് വെച്ച് ഒരേപോലെ വലിച്ച് പുല്ലും കളകളും മാറ്റും. കിളച്ച് നിരപ്പാക്കിയ പറമ്പിൽ ബാക്കി വരുന്ന മണ്ണ് പുലികളാക്കി നിർത്തും. അങ്ങനെ നമുക്ക് ആ കടലിന്റെ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂമ്പാരം കൂട്ടി എടുക്കുന്നുണ്ട്. താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയും തീരപ്രദേശം മണൽപ്രദേശത്താണ് അങ്ങനെയാണ്, താഴ്ന്നു കിടക്കുന്നതല്ല. എന്നിട്ട് എങ്ങനെ വൃത്തിയാക്കുന്ന പറമ്പ് ആര് കണ്ടാലും ഒന്ന് നോക്കി ഇങ്ങനെ വൃത്തിയാക്കുന്ന പറമ്പ് ആര് കണ്ടാലും നോക്കി നിന്ന് പോകും. ഇടവം തൊട്ട് തുലാം വരെ പെയ്ത മഴ കൊണ്ട് ഭൂമിയിലെ മണൽ പഞ്ചാര കണക്കെ വെളുക്കും. തുലാം വൃശ്ചിക മാസത്തിലെ കാറ്റ് കൂടി വരുമ്പോൾ ഈ ഭാഗങ്ങളിലെ പറമ്പുകളെ കാണാൻ പണ്ടൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ധനുമാസമാകുന്നതോടെ പറമ്പ് മുഴുവൻ അണിഞ്ചാലുകൾ ഇട്ട് നനയ്ക്കാൻ തുടങ്ങും. സമൃദ്ധിയുടെ ആ കാലം കണ്ടതുകൊണ്ട് ഇന്ന് ആ പറമ്പുകൾ ഇപ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം. തല പോയ തെങ്ങുകളിലെല്ലാം പൊന്തക്കാട് കയറി കണ്ടാൽ പേടിയാകുന്ന തരത്തിൽ നശിച്ചു നാറാണക്കല്ലായി. അതോടുകൂടി നാടൻ പറമ്പ് ഇപ്പൊ ഈ പറമ്പിലത്തെ കുറെ തെങ്ങുകൾ അങ്ങനെ പോയതാ. പിന്നെ തല പോയ തെങ്ങുകളുമൊക്കെ പൊത്തുകളായിരുന്നു, നിറയെ തത്തമ്മകളായിരുന്നു. നമ്മുടെ ഇനിയും ഉണ്ട് കേട്ടോ, കുറേ തത്തമ്മകളുണ്ട് ഇവിടത്തെയൊക്കെ. നമ്മുടെയൊക്കെ ഇനി പയറൊക്കെ ഉണ്ടാകുമ്പോൾ വരും കൂട്ടം കൂട്ടായിട്ട്. പൊന്തക്കാട് കയറി കണ്ടാൽ പേടിയാകും തരത്തിൽ നശിച്ചു നാറാണക്കല്ലേ. അതോടുകൂടി നാടൻ പറമ്പ് പണിക്കാരും കൂടെ പൊല്ലമാദ്യം കൈക്കോട്ടും വിസ്മൃതിയിലേക്ക് മൂടപ്പെട്ടു. ചേട്ടൻ്റെ കൃഷിപ്പണിയും അവിടെ തന്നെയുള്ള ചേച്ചിയുടെ പാചകം അവിടെ ഇരുന്നുള്ള ചോറ് തീറ്റയൊക്കെ കണ്ടപ്പോൾ മനസ്സ് കുട്ടിക്കാലത്ത് ആ ഓർമ്മകളിലേക്ക് ഓടിപ്പോയി. ആ പഴയ വല ചേട്ടൻ താഴത്തു നിന്ന് എടുത്ത് കോഴിക്കൂടിന് മുകളിലേക്ക് ഇട്ടതാണ് ഇന്നത്തെ വീട്ടിലെ ഏറ്റവും നല്ല കാര്യം. ഇല്ലെങ്കിൽ ഉറപ്പായും പാമ്പ് പെടും. സ്നേഹം മാത്രം. ചേട്ടൻ അമ്മതിലൊരുത്തിട്ട് അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞേ അമ്മതിലൊരു കൂടിയാണ് എപ്പോഴും പാമ്പുകളുടെ സഞ്ചാരം. അപ്പോൾ പാമ്പ് എന്തെങ്കിലും വിടും. എന്നിട്ട് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരപ്പാമ്പ കൂടുതൽ വിടാം. ചേരയുടെ തല ചെറുതാണല്ലോ. എന്നിട്ട് ഈ ഓട്ടയിൽ കൂടെ കടത്തും ആള്. ഓട്ട കടന്ന് പോകുന്തോറും ഇതിന്റെ വണ്ണം കൂടി 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 വരുമ്പോൾ കടക്കാണ്ടാവും. അപ്പോൾ ഇവറ്റകൾക്ക് ബാക്കിലേക്ക് തിരിച്ചു വരാൻ അറിയില്ലല്ലോ. അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എന്നെ പോയിക്കൊണ്ടിരിക്കുന്നിട്ട് അങ്ങോട്ട് കിടന്ന് പിരിഞ്ഞ് അപ്പോഴേക്കും അടുത്ത ഓട്ടയിൽ കൂടെ തല കയറും. അയ്യോ ദാരുണമായ അന്ത്യ പറ്റണ്ടേ. അവിടെ കിടന്ന് അടുത്തേച്ചൊന്നും നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ കിടന്ന് ഇതാവല്ലേ. അങ്ങനെ കിടന്ന് വയറ് പഴുത്ത് അവിടെ എന്താ പറയുക ചീഞ്ഞ് ഒരു ഭാഗം ചത്തുണ്ടാവില്ല, അപ്പോഴും ഒരു ഭാഗം ചീഞ്ഞുണ്ടാവും. അങ്ങനെ മരിക്കും പാമ്പുകൾ. ഇല്ല അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞില്ലേ. അത് ഈ പറഞ്ഞ പോലെ ഈ കടൽ തീരം നമ്മുടെ ഈ ചെറുപ്പകാലത്ത് ആവശ്യത്തിയൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ കൂമ്പാരം കൂട്ടി തെങ്ങുകളുടെ ഇടയിൽ മണലിങ്ങനെ കൂമ്പാരം കൂട്ടി എടുക്കുന്നുണ്ടാവും. കൊടുങ്ങല്ലൂർ വശത്തേക്ക് ഓടിക്കൊക്കെ പോയി കാണാൻ പറ്റും.
അപ്പോൾ അവിടുത്തെ പറമ്പുകൾ ഇങ്ങനെ വിശാലമായിട്ട് എടുക്കണം. എൻ്റെ ചെറുപ്പകാലത്ത് പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോലും വേലികൾ ഉണ്ടാവില്ല ഒന്നും. എല്ലാവരും പറമ്പിൽ കൂടെയാണ് ഓരോ വീടുകളിലേക്ക് പോവുക. പിന്നെ ഓല മെടഞ്ഞിട്ടാണ് വഴികളൊക്കെ ഉണ്ടെങ്കിൽ വഴികളൊക്കെ തിരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലങ്ങളാണ് ഈ കടൽ തീരത്തെ വശത്തെ ഇതുകൾ. എന്തായാലും ഭയങ്കര രസമായിട്ട് സനോജ് വിശദമായി എഴുതിയിട്ടുണ്ട് പണ്ടത്തെ ഓർമ്മകൾ കൂട്ടിച്ചേർത്ത്. കുറെ പേർക്ക് ഓർമ്മകൾ വരുന്നുണ്ടാവും പണ്ട് ഇങ്ങനെ പറമ്പിൽ പണിയെടുക്കണതും പറമ്പിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കണതും മിക്കവാറും കഞ്ഞിയും അതില് ചമ്മന്തിയും നല്ല കുത്തിരി കഞ്ഞിയും ഒരലയിൽ ഇത്തിരി ചമ്മന്തി ഇട്ടിട്ട് അത് ഇട്ടിട്ട് കഞ്ഞി കൊണ്ടുവരാം. അങ്ങനെയൊക്കെ അവിടെ നിന്ന് കഴിക്കണമൊക്കെ ഭാര്യമാര് കഞ്ഞി കൊണ്ടുവരില്ല, എന്റെ ഭർത്താക്കന്മാര് കഴിക്കണം. കാരണം ഇവര് ഇത്രയും പണിയെടുത്ത് ക്ഷീണിച്ചിട്ടല്ലേ കഴിക്കണേ. അപ്പൊ അവരത് ആസ്വദിച്ച് കഴിക്കണം. ഭാര്യമാരും നോക്കി ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ ഭാര്യ പട്ടിണിയായിരിക്കും, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ മക്കൾക്കും ഭർത്താവിനും കൊടുത്തിട്ട് അല്ലേ. പിന്നെ എന്റെ ഫ്രണ്ട് ധന്യയുടെ കിടക്ക കമ്പനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു കമന്റ്, ദിവ്യ PBR: ഞാൻ സാധാരണ നെഗറ്റീവ് കമന്റ്സ് ഇടാത്ത ആളാണ്, പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ധന്യയുടെ സംസാരത്തിൽ നല്ല അഹങ്കാരമുണ്ടല്ലോ. കസ്റ്റമേഴ്സിന് പുല്ല് വില കൽപ്പിക്കുന്ന സംസാരം. പിന്നെ ഈ ഫ്രീ ഓഫേഴ്സൊക്കെ ബിസിനസ് കൂട്ടാനുള്ള ട്രിക്സ് ആണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എന്നിട്ട് ഏതാണ്ട് കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന ഔദാര്യം പോലെയുള്ള പ്രസൻറ്റേഷൻ. ഒരു ബെഡ്ഷീറ്റ് മേടിക്കാൻ ആവതില്ലാത്ത ആരും കിടക്ക വാങ്ങാൻ വരില്ലല്ലോ. പിന്നെ വില ഒട്ടു പറയുന്നുമില്ല. എല്ലാത്തിൻ്റെയും പറയണ്ട, എന്നാൽ പ്രൈസ് റേഞ്ച് പറയാൻ എന്താണ് പ്രയാസം? അതിൽ തന്നെയുണ്ട് കള്ളത്തരം. എത്ര വില വേണേലും വിളിക്കുന്നവരോട് പറയാലോ, കഷ്ടം തന്നെ. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനീ ചെറിയ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കണം? എന്തു കൂട്ടുകാരിയാണെങ്കിലും ഇത്തരം കൊളാബറേഷനൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതിന് ഞാൻ എന്നിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് ഒരു 1-2 വാചകത്തിൽ മറുപടി പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇത് കമൻറ്റ് വായനയിൽ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ സംസാരത്തിൽ അഹങ്കാരം ഫീൽ ചെയ്യണത് അവളുടെ ഇപ്പം പുറമേ ഉള്ളവർക്ക് അവളുടെ അവസ്ഥ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നെ അങ്ങനെ ആയിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടിയാണ് അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5-6 വർഷം മുന്നേ അവളുടെ ഭർത്താവ് മരിച്ച സമയത്ത് അവളുടെ വീട് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ് 45 ലക്ഷം ലോണായിട്ട്. ആ കടങ്ങൾ അവൾ ഒറ്റയ്ക്ക് പണിയെടുത്ത് വീട്ടണമെങ്കിൽ അവളൊരു തകർന്ന അവസ്ഥയിലായിരുന്നു. അവിടെ നിന്നൊരു ധൈര്യം സംഭരിച്ചിട്ടാണ്. 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി ACCAക്ക് പഠിക്കണു, രണ്ടാമത്തെ മോള് +1 പഠിക്കണു. 2 പെൺകുട്ടികൾ, വയസ്സായ അച്ഛനമ്മയും. അച്ഛനൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല, അച്ഛൻ വയ്യാണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും ക്യാൻസറായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയുള്ളത് അവൾക്ക് 2 അനിയത്തിമാരാണ്, ആങ്ങളമാരില്ല. ഈ രണ്ടാമത്തെ അനിയത്തി ഒരു തുണിക്കടയിലാണ് ജോലിക്ക് പോണേ. ആ അനിയത്തിയുടെ ഭർത്താവിന് ക്യാൻസറായിട്ട് ഇപ്പം അതിൻ്റെ സർജറിയും കാര്യങ്ങളും കഴിഞ്ഞ് അതും അവരെയും നോക്കണത് ഇവളാണ്. താഴെയുള്ള അനിയത്തി ഡൈവോഴ്സായി, ആ അനിയത്തിയും നോക്കണത് ഇവളാണ്. അവള് ശരിക്കും തളർന്നു പോകേണ്ടതാണ്. ശരിക്കും അവളുടെ ആ ഒരു ധൈര്യവും ഒരു എന്താ പറയാ ഒരു മനോധൈര്യം കൊണ്ടാണ് അവൾ അത് പിടിച്ചു നിൽക്കുന്നത്. അല്ലാണ്ട് മയങ്ങി നിന്നാല് ഇങ്ങനെ കാര്യമില്ല. ഒരു പ്രത്യേകിച്ച് ചെറുപ്പം പെൺകുട്ടിയാണ്, ഭർത്താവില്ലാത്ത പെൺകുട്ടിയാണ്, ചൂഷണം ചെയ്യാൻ മാത്രം ആൾക്കാർ വരണുള്ളൂ. ഉറപ്പാണത്. സഹായിക്കാന്നുള്ള വ്യാജന വരുന്നവരൊക്കെ എന്ത് കണ്ണും കണ്ടാ വരണേന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അവൾ അവിടെ ബോൾഡായി നിന്നേ പറ്റൂ. ഇങ്ങനെ നിന്നിട്ട് തന്നെ അവൾക്ക് വരുന്ന മെസ്സേജുകൾ അവൾ ചിലത് എനിക്ക് അയച്ചു തരാറുണ്ട്. ചിലവർ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ പറയുക കിടക്ക കമ്പനിയൊക്കെ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാനൊക്കെ വരുന്ന ഓരോ ഫേസ്ബുക്കിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ വരുന്ന ആൾക്കാരെ. അപ്പൊ അത് നിങ്ങൾക്കൊന്നും പറഞ്ഞ ഒരു വാക്കുകൊണ്ട് പറഞ്ഞ സിനിമയിലത്തെ മഞ്ജു വാര്യരെ കണ്ടിട്ടില്ലേ? നമുക്ക് കാണുമ്പോ ദേഷ്യം തോന്നില്ലേ? ഈ പെണ്ണ് എല്ലാവരോടും കുറച്ച് ചാടി നിൽക്കണം. പക്ഷെ അവളുടെ അവസ്ഥ ആണ് അങ്ങനെ ആക്കണത്. അതേപോലെയാണ് ധന്യ. ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല. പിന്നെ ഈ ചെറിയ കമ്പനിയിൽ നിന്ന് എന്തിനു വാങ്ങിക്കുന്നു ചോദിക്കും. ഈ V-Guard ആയാലും ആ തുടക്കം ഒരു ചെറുത് തന്നെയായിരുന്നു, പക്ഷെ ഗുണമേന്മീൻ്റെ ആയിരുന്നു. അതേപോലെ തന്നെയാണ് ധന്യയുടെ അവിടുത്തെ സാധനം. ചെറിയ കമ്പനി ആയിക്കോട്ടെ, പക്ഷെ അവള് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. പോലെയല്ല പറയണേ. നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനം നല്ലതായിരിക്കണം, അത് അവൾക്ക് നിർബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് അവൾ അതിന് വേണ്ടി കുറേ നാളുകളായിട്ട് മെനക്കെട്ട് നടന്ന് നല്ല സാധനം തന്നെ പോയിട്ട് വാങ്ങി. ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രീ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനത്തെയാന്നുള്ളത്. ഏറ്റവും ലോ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും എല്ലാവരും ഈ ഓഫർ വയ്ക്കണം. ഈ വലിയ സ്വർണ്ണക്കടക്കാർ തൊട്ട് വമ്പ മുതലാളിമാരായാലും ഓഫർ കൊടുക്കുന്നത് എന്തിനാ? കച്ചവട ബിസിനസ് ട്രിക്ക് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നല്ലൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വെച്ചിരുന്നാൽ മതി. നമുക്ക് വിൽക്കണമെങ്കിൽ
നമ്മുടെ എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ കൊടുത്താലേ വിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ വീട്ടിൽ വെച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പം നമ്മളെപ്പോലുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയൊക്കെ ഉള്ളവരെ പരസ്യ കമ്പനിക്കാർ അല്ലെങ്കിൽ പേപ്പറിലോ റേഡിയോയിലോ ഇതൊക്കെ ആശ്രയിക്കേണ്ടി വരും. അല്ലാണ്ട് നിവൃത്തിയില്ല. ഇപ്പം അവിടെ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു സരിത കൂട്ടുകാരി ആയിരുന്നു, നമ്മൾ വീഡിയോ ചെയ്ത് കൊടുത്തു. നമ്മളെപ്പോഴായാലും അവളെ സഹായിക്കാൻ സന്നദ്ധരാണ്. അവള് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസം കൂടെ പറഞ്ഞതുകൊണ്ട് ഓണായിട്ട് എന്തെങ്കിലും ഒരു ഗംഭീര ഒരു ഓഫർ വെച്ചിട്ട്, ഓണത്തിൻ്റെ അല്ല കേട്ടോ, അവൾക്ക് 10ാമത്തെ വാർഷികമാണല്ലോ, 10ാമത്തെ വാർഷികം പ്രമാണിച്ചിട്ട് അവൾക്കത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ട് നമ്മൾ ഈ സമയമായപ്പോഴാണ്. അപ്പോൾ ഇത്രയും നാൾ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അടുപ്പിച്ച് വെക്കില്ലായിരുന്നു. പെട്ടെന്ന് ഓർഡറുകൾ കുറേ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റുകളും ഈ പ്രൊട്ടക്ടർ ആയാലും പിന്നെ ഈ കോസടികളൊക്കെ കുറേ തയ്ച്ച് വെച്ചു മുന്നേ തന്നെ. അങ്ങനെ അല്ലാതെ അവൾ തയ്ച്ച് ഒക്കെ ശരിയാക്കി വെച്ചു. അപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ് നല്ല സാധനമാണ് കൊടുക്കണം. ആ ബെഡ്ഷീറ്റൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ അമ്മ ചോദിക്കുക, അടി അവളുടെ അവിടെ നിന്ന് ബെഡ്ഷീറ്റ് തന്നെ വാങ്ങിക്കാൻ കിട്ടുമെന്ന്. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി നല്ല ബെഡ്ഷീറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവള് ബെഡ്ഷീറ്റ് തന്നെ വിൽക്കാനല്ല അവിടെ അത് വെച്ചേക്കണത്, ഇതിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞു. പിന്നെ വില പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യക്കാര് ഫോണിയോടെ വിളിച്ചോട്ടെ, വില പറഞ്ഞു കൊടുക്കും. കുറെ പേര് ആവശ്യമില്ലാണ്ട് ഫോൺ വിളിക്കാണ്. ആവശ്യമില്ലാണ്ട് നോക്ക്, അതില് വാറണ്ടി ഇല്ലാത്ത ഒരൊറ്റ ടൈപ്പ് ബെഡുള്ള ഫോം മാത്രമുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ടൈപ്പ് ബെഡുകളുണ്ട്, പല പല മെറ്റീരിയലിൻ്റെ. അതിൽ ഒരു ബെഡ് തന്നെ സിംഗിള്, ഡബിള്, കിങ്, ക്വീൻ അങ്ങനെയൊക്കെ ഉണ്ട്. അതിലത്തെ ഓരോ മെറ്റീരിയൽസിൻ്റെയും കിങ്ങും ഓരോ സൈസിൻ്റെയും വിലകൾ പറയാൻ നിൽക്കണ്ടേ? അപ്പൊ എനിക്കിപ്പോൾ ഒരു ഡബിൾ കോട്ടിന്റെ വില അറിയണം, ലാറ്റക്സ് ബെഡാ വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ സെമി, എല്ലാത്തിൻ്റെ വിലയും എല്ലാത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന മോഡല് ഇന്ന അതാണ് എൻ്റെ കട്ടിലിൻ്റെ സൈസ്, അതിൻ്റെ വില എത്രയാണെന്ന് വിളിച്ചു ചോദിച്ചാൽ പറയാം. അവൾ പ്രത്യേകം പറയുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നിലത്തെ കൊല്ലം വാങ്ങിച്ച അതേ വിലയ്ക്ക് തന്നെയാണ് ഇക്കൊല്ലം കൊടുക്കണേ. ഓഫർ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് വില കൂട്ടിയിട്ടില്ല എന്നും അവൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ കള്ളത്തരല്ല അത്. നേരിട്ട് കണ്ട് വാങ്ങിക്കാലോ, നമുക്ക് ആവശ്യത്തിന് വാങ്ങിച്ചാൽ പോരെ. അല്ലാണ്ട് റീറ്റെയിൽ ഇങ്ങനത്തെ ചെറുകിട കടക്കാരെ വേണ്ട, നിങ്ങൾ വലിയ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പോയിട്ട് നല്ലത് അവിടെ നിന്ന് നല്ല വില കുറവിൽ വാങ്ങിച്ചോ. ചെറുകിടക്കാർക്ക് ജീവിക്കണ്ടേ, വമ്പന്മാര് മാത്രം ജീവിച്ചാ പോരല്ലോ. ഇവർക്കും പരസ്യം കൊടുത്താൽ വാങ്ങിക്കാറുണ്ട്, വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ദിവ്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് റിപ്ലൈ. ദിവ്യ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. മെസ്സേജ് കമന്റ്സ് ഇടാറുണ്ട്, നെഗറ്റീവ് കമന്റ്സ് ഇടാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ധന്യ ഭയങ്കര അഹങ്കാരിയായിട്ട് തോന്നി. അങ്ങനെ എന്തിനാണ് കഷ്ടപ്പെട്ട് പോയിട്ട് വാങ്ങിക്കണേന്നാണ് ചോദിക്കണേ. പക്ഷേ അവൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറേ കോൾസ് വരുന്നുണ്ട്, ആളുകൾ വാങ്ങിക്കുന്നുണ്ട്, അവൾക്ക് ഗുണം ഉണ്ടാവട്ടെ. ഞങ്ങളെപ്പോഴായാലും ആർക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോഴായാലും ഒരു പ്രാർത്ഥനയുണ്ട് ഇവൾക്ക് പ്രത്യേകിച്ച്. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടാണ്, കാരണം അതുപോലെയാണ് അവളുടെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമൻറ്റ് ഇതിൽ പറഞ്ഞത് ശരിയല്ല, ഈ കമൻറ്റ് വായനയിൽ റിപ്ലൈ തരുന്നത്. അപ്പം അതിന് വീണ്ടും ദിവ്യ റിപ്ലൈ തന്നിട്ടുണ്ട്. ശരിയും തെറ്റൊക്കെ പേഴ്സ്പെക്റ്റീവ് ഡിപ്പെൻഡൻറ്റ് അല്ലേ? വീഡിയോ തുടങ്ങിയപ്പോൾ ഇവിടെ നിന്ന് കിടക്ക മേടിച്ചാലും തോന്നി, കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായം മാറി. കിടക്ക മേടിച്ചവരൊക്കെ പാദസരം കൊണ്ട് കിടക്ക കീറാനും വാറണ്ടി മേടിക്കാൻ നടക്കുന്നവർ ആണെന്ന് പറയുന്ന പെണ്ണും പിള്ളയുടെ അടുത്തുനിന്ന് കിടക്ക മേടിക്കാൻ തോന്നുന്നവരൊക്കെ മേടിച്ചോട്ടെ, ബെഡ്ഷീറ്റ് കിട്ടുമല്ലോ. ഞാൻ ഏതായാലും ആ ലിസ്റ്റിലില്ല. പാദസരം കൊണ്ട് കീറിയിട്ട് കുളത്തി വലിച്ചിട്ടൊക്കെ നിങ്ങളുടെ തുണി മോശമാണ്, അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് അവിടെ. അതുകൊണ്ടാണ് അവൾ അതെടുത്ത് പറയണേ, കിടക്ക കുഴിഞ്ഞതിനാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അല്ലാണ്ട് എല്ലാത്തിനും നമ്മൾ വാറണ്ടി തരും എന്ന് വീഡിയോയിൽ പറഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളല്ലേ വീഡിയോയിൽ പറഞ്ഞ് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറയില്ല, ഇതേ ആളുകൾ തന്നെ പറയില്ലേ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം 2 ആഴ്ച മുന്നേ അവൾക്കുണ്ടായ അനുഭവമാണ് തേച്ചിട്ട്, അതായത് ബെഡുമേ വെച്ച് തേച്ചു, ഡ്രസ്സ് അയേൺ ചെയ്തിട്ട് അയേൺ ബോക്സ് അവിടെ വെച്ച് പോയി, എന്നിട്ട് അത് ഉരുകി പിടിച്ചു. എന്നിട്ട് കസ്റ്റമർ ഇവളെ വിളിച്ച് ഭയങ്കര ചീത്ത, 6 മാസം മുന്നേ വാങ്ങിയ ബെഡാണ് നിങ്ങൾ പൊട്ട ക്ലോത്താണ് മേലെ ഇട്ടേക്കണത്, അത് മുഴുവൻ പിന്നിയേക്കണു അത് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾക്ക് അങ്ങനെ വരെ ഒരു മാർഗ്ഗമില്ല. അവൾ പറഞ്ഞ ചേച്ചി ആ ഫോട്ടോ എടുത്ത് അയച്ചു ചോദിച്ചപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് ഏകദേശം മനസ്സിലായി അത് ആകെ പിന്നിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇവളുടെ മാനേജർ ചെന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, കാര്യം മനസ്സിലായി, ഉരുകി പിടിച്ചിട്ടുണ്ട് ആകെ, ഇത് അയേൺ ചെയ്തപ്പോൾ ഇതല്ലേ ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് അവിടെ ആ വീട്ടിലത്തെ സ്ത്രീ പൂര ചീത്ത വിളിക്കുകയാണെന്ന് ഇവനെ, അഖിലിനെ, ഇവളുടെ മാനേജറെ. പക്ഷേ ആ ചേച്ചിയുടെ മോൻ ഒന്നും മിണ്ടാണ്ട് തലേന്ന് താഴ്ത്തി നിൽക്കേണ്ടത് അയൺ ചെയ്തതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചേക്ക് ഒന്നും മിണ്ടല്ലോ. പക്ഷേ ഈ ചേച്ചി കിടന്ന് ഭയങ്കര ചീത്ത, നിങ്ങൾ അയൺ ബോക്സ് ഒന്ന് എടുത്തിട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ അയൺ ബോക്സ് എടുത്ത് വെച്ചപ്പോൾ കറക്റ്റ് അയൺ ബോക്സിൻ്റെ അടയാളത്തിൽ ഇങ്ങനെ ഉരുകി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിനെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞത്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കീറിയതും പൊളിഞ്ഞതും ഒക്കെ ആയിട്ട് ഉള്ളത് മാറ്റി തരുന്നതല്ല.
നമ്മളിപ്പോൾ വലിയ ഇതിലൊക്കെ പരസ്യം വരും നമുക്ക്, അടിയിലുണ്ട് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ, ഒരു സ്റ്റാർ ഇട്ടിട്ട് നമ്മളത് ചെല്ലുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. അപ്പം അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ഒന്നും മുന്നേ അതാവണ്ട, ഇതിനൊന്നും വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറയണതിൻ്റെ ടോണിലൊരു ഇതുണ്ടെന്ന് മാത്രം. അത് അവളുടെ വർത്തമാനം പണ്ടേ എങ്ങനെയാണ്, ഇത്തിരി ഒരു സ്പീഡും ഒരു ഇതുണ്ട്. പിന്നെ അതാണ് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. പുറത്ത് എന്താ പറയുക, വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കണം തോന്നുന്നവർക്ക് അവിടെ പോയി വാങ്ങിക്കാം. പിന്നെ വിശദീകരിച്ച് തന്നു മാത്രം, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ PS ന്യൂ കേരള സ്റ്റോറിലെ എത്രയോ ഐറ്റംസിന് വില പറഞ്ഞ് വീഡിയോ ഇട്ടവരാണ് നിങ്ങൾ, എന്നിട്ടാണോ 4 കിടക്കയുടെ വില പറയാൻ ബുദ്ധിമുട്ട്? സോറി, നോട്ട് ബൈയിങ് ദാറ്റ് അറ്റ് ഓൾ. സാറില്ല, വാങ്ങിച്ചില്ലേ കുഴപ്പമില്ല. അത് ചില കടക്കാര് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊമോഷൻസ് ആകുമ്പോൾ പ്രത്യേകിച്ച് അവർ പറയും വില ഒന്നും പറയണ്ടാട്ടാ എന്ന് പറയും. ചിലർ ഇങ്ങോട്ട് പറയും വില പറഞ്ഞോട്ടാ എന്ന് പറയും. ചിലർ കുറച്ചെണ്ണം മാത്രം മാറ്റി വെച്ചിട്ട് പറയും ഇന്നതിൻ്റെ ഒക്കെ വില പറഞ്ഞോ, ഇതിൻ്റെ ഒന്നും പറയായിരിക്കോട്ടാ എന്ന് പറയും. അപ്പം അങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ വീഡിയോ വളവളാതെ വർത്താനം പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവര് പറയുന്ന കുറെ നിയന്ത്രണങ്ങളുണ്ട്, അതിന്റെ പരിധിയിൽ നിന്നിട്ട് നമുക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെയാണ്. അത് ആര് മോഹൻലാൽ ചെയ്യാനില്ല, മമ്മൂട്ടി ചെയ്യാനില്ല, ആര് ചെയ്യാനില്ല. അവര് പറയണ പോലെ അഭിനയിച്ചിട്ടല്ല അവര് ചെയ്യണത്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ അടുത്ത് പറയും നമുക്ക്. പക്ഷെ നമ്മൾ എന്തിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാധനം ആണെങ്കിലേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. നല്ല സാധനം ഞങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതെല്ലാം തോന്നി എത്ര പ്രൊമോഷൻ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് അറിയും. സോറി ഇട്ടാ, ഞങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ അത് നന്നായി തോന്നിയില്ലേ, സോറി, വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യും, നമ്മൾ ചെയ്യില്ല, നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടാ എന്ന് പറയും. അല്ലെങ്കിൽ ആ പൈസ വാങ്ങിയിട്ട് നമുക്ക് ഒന്നും പറയണ്ട, ഇതില് അത് നല്ല സാധനം നിങ്ങൾ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. എന്നും അങ്ങനത്തെ പരസ്യത്തിന്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇഷ്ടം പോയിട്ടുണ്ട്, നമ്മൾ എടുക്കുന്നില്ല ഇത്. അപ്പൊ ഈ ന്യൂ കേരളയിലായാലും അവര് വില പറഞ്ഞോ എന്ന് പറയുന്ന സാധനങ്ങളെ ഞങ്ങൾ പറയാറ്. ഇവിടെ തന്നെ പറഞ്ഞോടിയേ അത് പറയാൻ നിന്നാ വൈകുന്നേരം വരയ്ക്കുള്ള വീഡിയോ ആൾക്കാർക്ക് ബോറടിക്കും, ആവശ്യക്കാർ വിളിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രൈസ് റേഞ്ച് വേണമെങ്കിൽ പറയായിരുന്നു. പിന്നെ വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ആ തയ്ച്ച ബെഡില്ലേ, ഒരു ബെഡ് തയ്ക്കുന്ന കാണിച്ചില്ല, ഈ ഒരു ബെഡിന്റെ വില ഇത്രയേട്ടാ, അങ്ങനെ വേണമെങ്കിൽ പറയായിരുന്നു. അപ്പൊ ഇതാണ് സംഭവം. ഇത് ഇത്രയും പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടാ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കിടക്ക വാങ്ങിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാനുള്ള കാര്യം പറഞ്ഞതാണ്. അടുത്തത് നമ്മുടെ തങ്കാൻറ്റി ജയലക്ഷ്മി ആൻറ്റി വന്നില്ലേ തൃപ്പൂണിത്തുറന്ന്, ആ വീഡിയോയിലത്തെ കമൻറ്റ്. പ്രസീത ഹരി, ഈ അമ്മയെ കാണാൻ എന്തൊരു ഐശ്വര്യമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി, അമ്മയെ കൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യണേ. അതിൽ വന്നിട്ടുള്ള ഒരുവിധം കമൻറ്റൊക്കെ തങ്കാൻറ്റീനെ പറ്റിയിട്ടാണ്. ഭയങ്കര ഐശ്വര്യമാണ്, ഭയങ്കര എല്ലാം കൊണ്ട് പെരുമാറ്റം അനിയത്തിയുടെ പോലെ തോന്നും. ശരിക്കും പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ടും ആൾക്ക് പെരുമാറ്റമൊക്കെ ഇല്ലേ തങ്കം തന്നെയാണ്. നല്ല അമ്മയാണെന്ന് അറിയൂ. ആ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസം നമ്മൾ ഇടും. ആള് 3 ദിവസം നമ്മുടെ കൂടെ താമസിച്ചു, ഇനിയും വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ ഒപ്പം. വേറൊരു വീട്ടിൽ നിൽക്കുകയാണെന്ന് തോന്നിയില്ല, സ്വന്തം വീട്ടിൽ നിൽക്കണ പോലെ ഞാൻ തോന്നി. പിന്നെ നമ്മളെ എല്ലാവരും ഭയങ്കര പരിചയമാണ്, അല്ലു ചേട്ടനെയും എല്ലാവരെയും. അടുത്തത് രാഗിണി ദേവി MR, ഞങ്ങളുടെ അയൽവാസി തങ്ക, അവരുടെ വീട്ടിൽ നിറച്ചും ചെടികളാണ്, നല്ലൊരു അധ്വാനി കൂടിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും രാഗിണി. അതെ, കൃഷിയോട് ഭയങ്കര എന്തോ ഓരോ ചെറിയ സാധനങ്ങൾ. ആ കൂർക്കത്തലേരെ അല്ലൻ ചേട്ടന്റെ അടുത്തേക്ക് പോയേ, അല്ലൻ ചേട്ടന്റെ കൂർക്കത്തടങ്ങള്. അപ്പൊ അല്ലൻ ചേട്ടനോട് ആള് വർത്താനം പറഞ്ഞോണ്ടിരിക്കണതിന്റെ ഇടയിൽ ആ കൂർക്കത്തലയുടെ ഓരോ ഇല കേടായി നിൽക്കണതൊക്കെ ആൾ ഇങ്ങനെ നടന്ന് പൊട്ടിച്ച് കളയാ. എന്നിട്ട് അത് ഇന്നലെ അല്ലൻ ചേട്ടൻ പറയായിരുന്നു, അവര് അത് ആ ശ്രദ്ധിക്കുന്ന ആളാണെന്നും അപ്പ എന്നെ മനസ്സിലായിരുന്നു. കാരണം നമ്മള് പോലും അതൊന്നും നോക്കണില്ല. ആളപ്പം ഇങ്ങനെ അത്ര സൂക്ഷ്മമായി നടന്നു വല്ല കേടുള്ള സാധനമൊക്കെ പൊട്ടിച്ച് കയ്യോടെ കളഞ്ഞ്, അങ്ങനത്തെ ഒരു അമ്മ. അടുത്തത് വൈജയന്തി മനോഹരൻ, ഹായ് ആന്റി, അജു, സരിത, നിങ്ങളെ സ്നേഹിക്കാൻ എത്ര അമ്മമാരാ, ഭാഗ്യമുള്ളവരാ നിങ്ങൾ. കുറേ പേരുണ്ട്. അടുത്തത് ഗിരിജ നായർ, ശ്രീ ഹരേ നമഃ, ഹായ് തങ്കയെ, സന്തോഷം, കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും തങ്ക ഒരു പ്രചോദനമാട്ടെ. ഇതൊക്കെ ആന്റിയുടെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു. അങ്ങനെ ആന്റിയും ഇതിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ, തങ്ക എന്ന് പറഞ്ഞിട്ട് കാണാം. എല്ലാ വീഡിയോയിലും ആളൊരു 3-4 മെസ്സേജൊക്കെ വെച്ചിട്ട് കമൻസ് ഒക്കെ വെച്ചിട്ട് ഇടാറുണ്ട്. അടുത്തത് രാധാമണി ശശിധർ, നല്ല വീഡിയോ, ചേച്ചിയുടെ പാചകവും സംസാരവും വളരെ ഇഷ്ടപ്പെട്ടു. അജു പറമ്പിൽ നിന്ന് കയറുന്നില്ല, ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടും. പറമ്പിൽ നിന്നുകൊണ്ടുള്ള പാചകവും ഗംഭീരമായി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതിന്റെ കുഴപ്പങ്ങൾ ഉണ്ട് കേട്ടാ, അത് പറയാം. അടുത്തത് ആര്യൻ,
തങ്കമ്മേ തങ്കമ്മോ തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ആ പാട്ടല്ലേ? തങ്ക മനസ്സ് പാട്ട് പാടി അതുപോലെ. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. അങ്ങനെ തോന്നുന്നുണ്ട്. ആളെ പറ്റിയിട്ടുള്ള ഒരു വിവരണം. അടുത്ത് റോണ്ടഡോൺ. ഐശ്വര്യത്തിന്റെ നിറകുടങ്ങളായ 2 പേർ ഒരേ ഫ്രെയിമിൽ. നിലവിലെ നിറകുടമായ തൃപ്പൂണിത്തറക്കാരി ആന്റി, ഭാവിയിലെ നിറകുടമായ ഒല്ലൂക്കാരി ആന്റി. അടുത്തത് രാഗി സജി. അമ്മയുടെ സംസാരവും കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾ എത്രയ്ക്കും ഇഷ്ടമുണ്ടായിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ചേട്ടാ ചേച്ചി ജഗ്ഗൂട്ട നിങ്ങൾ വേറെ ലെവലാണ്. ഒത്തിരി ഇഷ്ടം. ആ അമ്മമാരോടും ഒരുപാട് ഇഷ്ടം. അത് ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. വേറെ വല്ലവർക്കാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകാൻ തോന്നില്ല. അടുത്തത് ടെറി ജോസഫ്. ഇത് കാണുന്ന പുതിയ തലമുറ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു തലമുറയുടെ പ്രതിനിധിയാണ്. അവർക്ക് അറിയാവുന്നത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ വെമ്പലാണ് അവരെ ആലപ്പുഴയിൽ നിന്ന് ഈ കണ്ട വഴി താണ്ടി ഇവിടെ എത്തിച്ചത്. അവരുടെ സ്നേഹവും കരുതലും കണ്ടോ? തീർച്ചയായിട്ടും. അടുത്തത് സനോജ് ടി അർജുനൻ. ഒരു മടിയും കൂടാതെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനും നിങ്ങളോട് സ്നേഹം പങ്കിടാനും കാത്തു നിൽക്കുന്ന എത്രയോ അമ്മമാരും ചേച്ചിമാരും അച്ഛന്മാരും ചേട്ടന്മാരും. അതിന് ഒരേ ഒരു കാരണം നിങ്ങളുടെയും അജൂസ് വേൾഡ് എന്ന ചാനലിൻ്റെ നിഷ്കളങ്കത. അതിൽ ഒരു അല്പം പോലും കലർപ്പില്ല എന്നുള്ള പരമസത്യം. സ്നേഹം മാത്രം അയച്ചേട്ടാ ചേച്ചി ജഗ്ഗൂസ്. അടുത്തത് ശോഭന വർഗീസ്. നല്ല ഒരു വീഡിയോ, പഴയകാല ഓർമ്മകൾ കേൾക്കാൻ പറ്റിയതിൽ സന്തോഷം. അടുത്തത് വിജയലക്ഷ്മി അമ്മ. മഴ പെയ്യുന്നു കേട്ടാ. തങ്കേ, ഈ ഓർമ്മകളിൽ പലതും എൻ്റേതും കൂടിയാണ് സന്തോഷം. ആന്റിയുടെ ഫ്രണ്ട് ആയിരിക്കും. അടുത്തത് തമിഴ്നാട്ടിൽ ലെച്ചൂസ് ക്രിയേഷൻ. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് സരിതേ. അവർ വാഴയിലയിലാണ് ഉണ്ടാക്കൽ. അമ്മയ്ക്ക് നല്ല ഐശ്വര്യം. അമ്മ ആവ് കഴിഞ്ഞിട്ടില്ല ചേട്ടാ. അത് ഇനിയിപ്പോൾ നമ്മൾക്ക് അതുമാതിരി കുമ്പിള് കുത്താൻ നിൽക്കണമെന്നില്ല. നമുക്ക് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിച്ചിട്ട് ഇഡ്ഡലി ആയിട്ട് കഴിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനുണ്ടാക്കിയ ചട്നി, അതിന് ചട്നി എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഒരു ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ല, അതുപോലത്തെ ഒരു സാധനം. പക്ഷെ ആ സാധനത്തിലേക്ക് അത് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. ചട്നി എന്ന് പറയാൻ പറ്റില്ല, ചട്നി ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സാധനല്ലേ, ആ സാധനത്തിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് എനിക്ക് വായിൽ വെള്ളം വരാൻ എന്താണെന്നറിയൂ. അതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഒഴിക്കുക. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചീഞ്ചട്ടിയിൽ തിളപ്പിച്ചിട്ട് ആ തിളയ്ക്കുമ്പോൾ ഈ സാധനം അതിലിട്ട് തിളപ്പിക്കുക. ഇത്തിരി പുളി വെള്ളവും ചേർക്കുക. ഇത്തിരി പുളി വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ അതുകൂട്ടി ചോറിനാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ. അടുത്തത് സുനിൽ മിഥില മിലൻ. അമ്മ അത് സ്നേഹമാണ്. ഈ അമ്മയെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നിപ്പോയത് അത് എനിക്ക് മാത്രമാണോ? ഒരുപാട് ഇഷ്ടമായി. വീഡിയോ തീർന്നറിഞ്ഞില്ല. നമ്മുടെ നാട്ടിലും പ്ലാവില കൊണ്ട് പലഹാരം ഉണ്ടാക്കാറുണ്ട്, അങ്ങ് കാസർഗോഡ്. എല്ലാം ഒരു നൊസ്റ്റാൾജിയ. ഒരു പാവം പ്രവാസി. ഞാനും വരും ഒരു ദിവസം അങ്ങ് താമരശ്ശേരിയിൽ. നാട്ടിലൊന്ന് വന്നോട്ടെ. അജു സ്നേഹം മാത്രം. ജഗ്ഗു മിസ് യു. കുറേ പേര് വരാൻ നിൽക്കുന്നുണ്ട് കേട്ടാ. അടുത്തത് പ്രസീത വിശ്വനാഥൻ. ഞാനും വരുന്നുണ്ട് സരിതയെ കാണാൻ. കിടിലൻ ഒരു ചിക്കൻ റെസിപ്പിയുമായി. അടിപൊളി, സ്വാഗതം. അടുത്തത് വിജയകുമാരി ടി. അജു സരിത, ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. ഞാൻ വല്ലാത്തൊരു അസൂയക്കാരിയാണ്. നിങ്ങളോടും ആൻറ്റിയോടും അപാര കുശുമ്പ്. ഞാനാണെങ്കിൽ നടുവേദനയ്ക്ക് സെർവിക് ട്രാക്ഷൻ ഇട്ട് കിടക്കുകയും കുശുമ്പൊക്കെ ഉണ്ടെങ്കിലും ഞാനും അവിടെ ഉണ്ടെന്നൊരു തോന്നലും ഉണ്ട് കേട്ടാ. അതൊക്കെ മാറും, വേഗം മാറിയിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ ആ ചെടിയുടെ പേര് തന്നെ ഡംകെയിൻ എന്നാണ്. മിണ്ടാൻ പറ്റാതാവും. ആൻറ്റി പറഞ്ഞ പോലെ അജു അതൊന്ന് കടിച്ചു നോക്കുമെന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു. എൻജോയ് ഹെർ, സ്റ്റേ വിത്ത് യു ലൈക്ക് ഹെർ, വി മദേഴ്സ് ലവ് യു ഡിയേഴ്സ്. സന്തോഷം. വിജയകുമാരി അമ്മയെയും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മറ്റേ നടുവേദനയൊക്കെ മാറിയിട്ട് ഉഷാറായിട്ട് ഓടി ഇങ്ങോട്ട് വരുന്നു വിചാരിക്കുന്നു. അടുത്തത് ഗീത സുരേഷ്. ഇത് ഞങ്ങളുടെ തങ്കയാണ്. തുറവൂറാണ് ഒറിജിൻ. നൗ റിസൈഡിങ് അറ്റ് എവിടെയാണ്? ഇത് തൃപ്പൂണിത്തറ. ഞാൻ അതെന്തൊരു സ്ഥലത്തിന്റെ പേരാഞ്ചു. നൗ റിസൈഡിങ് അറ്റ് തൃപ്പൂണിത്തറ ഇൻ തുറവൂർ. ഷീ ഈസ് ഫ്രം എൻ ആൻഷ്യൻ ട്രഡീഷണൽ ഫാമിലി. അത് മനസ്സിലായി. ആളിങ്ങനെ കഥകളൊക്കെ പണ്ടത്തെ കുറേ കുറച്ചൊക്കെ വീഡിയോയിലും. പിന്നെ ഞാനും ആന്റി വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആള് കുറേ ദൂരം കാര്യങ്ങളാ പറഞ്ഞതെന്നറിയോ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ആന്റി ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയേണ്ടതായിരുന്നു, ആൾക്കാർക്ക് കേൾക്കാലോ. പണ്ടത്തെ കുട്ടിക്കാലത്ത് തറവാട്ടിലുള്ള കാര്യങ്ങളും ഓരോ ഇതൊക്കെ ആയിട്ട്.
അടുത്തത് ലക്ഷ്മിക്കുട്ടി നായർ, സൂപ്പർ വീഡിയോ, എനിക്കും നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തോന്നുന്നു. വരൂ. അതെ. അടുത്തത് ഗാർഡൻ ടെയിൽസ്, നൈസ് ഓഫ് ഹെയർ, ലവ് യു ആൻറ്റി, വി ഓൾ മസ്റ്റ് ലേൺ ഫ്രം യുവർ പ്രീവിയസ് ജനറേഷൻസ്. അടുത്തത് ജയ രവീന്ദ്രൻ, ഈ അമ്മയുടെ വീടിന്റെ അടുത്താണ് ഞാൻ, അരൂക്കുറ്റി, പനങ്ങാട് സ്കൂളിൽ പഠിച്ചു, ഇപ്പോൾ തൃശ്ശൂർ. അത് ശരി. അടുത്തത് ശോഭ, ആ അമ്മയുടെ കൂടെ സംസാരിച്ചിരിക്കാൻ തോന്നുന്നു, നിങ്ങൾ രണ്ടുപേരും ഭാഗ്യമുള്ളവർ തന്നെ, നല്ല പാചകം, നിറയെ റെസിപ്പികൾ ചെയ്തു, പറഞ്ഞയച്ചാൽ മതി കേട്ടോ, അമ്മയുടെ ഏത് റെസിപ്പിയും സൂപ്പറായിരിക്കും, സമയം കിട്ടുകയാണെങ്കിൽ അമ്മയുടെ കുട്ടിക്കാല കഥകൾ ഉൾപ്പെടുത്തിയൊരു എപ്പിസോഡ് ചെയ്യുമോ, അടുത്ത വീഡിയോന് വെയിറ്റ്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞില്ല, ആൾ കുറേ കഥകൾ നമ്മളോട് തന്നെ ഇരുന്ന് പറഞ്ഞു, കുറച്ചൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇനി ഓരോ വീഡിയോകളിൽ കാണാം. മൊത്തം 5 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുതുതലമുറയ്ക്കൊക്കെ ഒരു അത്ഭുതമായിരിക്കും അന്ന് കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ, പഴയ കാലങ്ങളൊക്കെ പറയണത്. അടുത്തത് മിന്ന, നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് സിങ്കിന് മുകളിൽ ടൈലിൽ വെച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകുന്നത്. അടുത്തത് ലൈഫ് ടുഡേ. അതെ, ലൈഫ് ടുഡേ, അജുവേട്ടൻ പലഹാരം റെഡി ആയപ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു, എന്തൊക്കെയോ പറയണമെന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു. നിമിഷം മഴ പെയ്യും അതുപോലത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടവരെ നന്ദി, നമസ്കാരം.